ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ നോക്കി. അതുവഴി ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേടിക്കേണ്ട ഒരു കാര്യമല്ല, നമുക്കും പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ സംശയം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടു എന്ന ഒരു കുഞ്ഞു സാധനമാണ്. പക്ഷേ അത് മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അർത്ഥങ്ങൾ, അതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ്. ഈ ടു എന്ന് പറഞ്ഞ സാധനം പ്രിപ്പോസിഷൻ, ഇൻഫിനിറ്റീവ്, ഇങ്ങനെ പല പേരിൽ ഉപയോഗിക്കാം. അതൊന്നുമല്ല നമ്മളെ വിഷയം. അത് പ്രാക്ടിക്കലായി എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ അർത്ഥം എന്താണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥിരം ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതിന് ഒരു ഉത്തരം പറയുക, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉറക്കെ, രണ്ടും ആവാം. ഹൗ ആർ യു? ഇതായിരിക്കും ഉത്തരം. ഫൈൻ. ആർ യു ഹാപ്പി? നിങ്ങൾ സന്തോഷവാനാണ്? യെസ്, യു ആർ ഹാപ്പി. ഐ നോ ദാറ്റ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ സന്തോഷവാനാണ്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മൈ വീഡിയോസ്? എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ? യെസ്, യു ആർ ഇൻട്രസ്റ്റഡ്. ദാറ്റ് ഈസ് വൈ യു ആർ ക്ലിക്കിംഗ് മൈ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്നത്. If you are interested in my videos, please write some comments in the comment box. കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻ്റ് എഴുതുക. എങ്ങനെയായിരിക്കണം? ഇംഗ്ലീഷിൽ, നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ. പേടിക്കണ്ട, തെറ്റ് വരട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥവും ആ ടൂവിൻ്റെ പ്രയോഗത്തിലേക്ക് നമുക്ക് പോകാം. ടു, ലേക്ക്, ഇന്ന്, ലോഡ് അല്ലെങ്കിൽ ലോഡ്, അവളോട് എന്നൊക്കെ പറയുന്ന, വരെ, ത്, ഇന്ത്യ, ഇങ്ങനെ കുറച്ച് അർത്ഥങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനുള്ളത്. ഇതുപയോഗിച്ചാണ് മിക്കവാറും സംസാരത്തിൽ എല്ലായിടത്തും നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇതിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഐ വെന്റ് ടു മാർക്കറ്റ്. ടു മാർക്കറ്റിലേക്ക് പോയി. ഞാൻ മാർക്കറ്റിലേക്ക് പോയി. എന്തിനാണ്? ടു ബൈ മിൽക്ക്. മിൽക്ക് വാങ്ങിക്കുന്നതിന് മാർക്കറ്റിലേക്ക് പോയി. അല്ലെങ്കിൽ ഐ വെന്റ് ടു മാർക്കറ്റ് ഫോർ മിൽക്ക് എന്ന് എഴുതിയാലും ശരിയാണ്. ഈ ടൂവിന് വരം പലപ്പോഴും വേറെ പലതും ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാലും ടൂവിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഐ സെറ്റ് മൈ സ്റ്റോറി ടു ഹെർ. ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റോറി, എൻ്റെ കഥ. ആരോട്? അവളോട്. ടു ഹെർ, നാല്. അവളോട് പറഞ്ഞു. എൻ്റെ കഥ അവളോട് പറഞ്ഞു. അപ്പം ടൂവിൻ്റെ ആ അർത്ഥവും മനസ്സിലായി. നെക്സ്റ്റ്, ഇത് നമ്മൾ പറയുന്ന ഹി വർക്ക്സ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ. വെള്ളിയാഴ്ച വരെ നമ്മൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇവിടെ എസ് വരുന്ന കാര്യം അറിയാമല്ലോ. ഇത് ഒരാളായതുകൊണ്ടാണ് വർക്കിൻ്റെ കൂടെ എസ് കൂടെ ഇട്ട് അതിനെ സിംഗിളറാക്കി മാറ്റി. നെക്സ്റ്റ്, ഷീ നഴ്സ്ഡ് ഹിം ടു ഹെൽത്ത്. അവൻ ആരോഗ്യം കിട്ടുന്നവരെ അവൾ അവനെ പരിചരിച്ചു. നഴ്സ്, പരിചരിക്കുക. ഇനി വേറെ ഒന്നും പറയാം. ഹീ ഡ്രാങ്ക് ടു ഡെത്ത്. മരിക്കുന്നവരെ അവൻ കുടിച്ചു. എന്താണ് കുടിച്ചത് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഷീ ത്രട്ടൻഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഈ വാക്കുകൾ കേട്ട് പേടിക്കണ്ട. ത്രട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ത്രട്ടൻഡ് ഒരു ഈടിയുടെ ചേർത്ത് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി. പാസ്റ്റാണ്. ത്രട്ടൻ ടു കമ്മിറ്റ് സൂയിസൈഡ്. ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. എപ്പോഴാണ്? വെൻ ബാങ്ക് ഓഫീസേഴ്സ് കെയിം ടു ഹെർ ഹൗസ് ടു സ്റ്റാർട്ട് റവന്യൂ റിക്കവറി പ്രോസസ്. എന്തുകൊണ്ടായിരിക്കും? ലോൺ തിരിച്ചടയ്ക്കാത്തതുകൊണ്ടായിരിക്കും. അത് ആരംഭിക്കാനായി ബാങ്ക് ഓഫീസേഴ്സ് അവിടെ എത്തിയപ്പോൾ അവൾ ഷീ ത്രട്ടൻ ടു കമ്മിറ്റ് സൂയിസൈഡ്. ബാക്കി ഞാൻ എഴുതിയിട്ടില്ല. ഈ സംഭവം ഒരു 3-4 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു സെന്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു പാർക്ക് ദയർ. ഇറ്റ് ഈസ് നോട്ട് ഈസി, അത് എളുപ്പമല്ല. എന്താണ്? ടു പാർക്ക് ദയർ, അവിടെ പാർക്ക് ചെയ്യുന്നത്. ദയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. സ്ഥലം വളരെ കുറവാണ്. റിവേഴ്സും പിന്നെ മുമ്പോട്ടും പരവോട്ടും ഒക്കെ എടുത്ത് അവസാനം മറ്റു വണ്ടി കൊണ്ട് തട്ടും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവിടെ പാർക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല.
നെക്സ്റ്റ്, ദിസ് മീറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ചൂ. എന്താണ് മീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസം. ഈസ് ഡിഫിക്കൽട്ട് ടു, ചവയ്ക്കുന്നതിന് വളരെ പ്രയാസമാണ്. ച്യൂയിങ് ഗം നമുക്കറിയില്ലേ, എന്നിട്ട് ചവച്ചുകൊണ്ടിരിക്കലാണ് ചൂ. CHEW, ച്യൂയിങ് ഗം എന്ന ആ വാക്കോർക്ക് ചവയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. നെക്സ്റ്റ്, ആസ് എ ട്രെയിനർ ടു ദ റിച്ച് ഹി ഏൺസ് മോർ മണി. അതായത് പണക്കാരുടെ ട്രെയിനർ ആയതിനാൽ അവൻ ഒരുപാട് പൈസ ഏൺ ചെയ്യുന്നു. ആസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട്, ഇവിടെ അതിനാൽ എന്നാണ് അർത്ഥം. അതിനാൽ എന്നും അർത്ഥമുണ്ട്, ആയിട്ടെന്നും അർത്ഥമുണ്ട്. ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആസ് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ എന്നും അർത്ഥം. ഇവിടെ ഫ്രണ്ടിൽ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അതിനാൽ എന്ന അർത്ഥത്തിലായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ആസ് എ ട്രെയിനർ ടു ദ റിച്ച് ഹി ഏൺസ് മോർ മണി. പേടിക്കണ്ട, അത് വേറെ വിധത്തിൽ നമുക്ക് പറയാം, അപ്പോഴത്തേക്ക് ഇത് എളുപ്പമാവും. ഹീസ് എ ട്രെയിനർ ടു ദ റിച്ച് പീപ്പിൾ. റിച്ച് പീപ്പിളിൻ്റെ ട്രെയിനറാണ്. സോ ഹി ഏൺസ് സോ മച്ച് മണി. അതുകൊണ്ട് അവൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയും മാറ്റി പറയാം. ഈ സെൻറ്റൻസ് ഒന്ന് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ഏൺസ് എന്തുകൊണ്ടാണോ ഒരാളായതുകൊണ്ട് ഏണിൻ്റെ കൂടെ ഒരു എസ് കൂടെ ഇട്ടു, അല്ലെങ്കിലേ അത് സിംഗുലർ വെർബായിട്ട് മാറും. സിംഗിൾ വെർബ് എങ്ങനെ ആക്കണമെന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. എന്നാലും അത്രയേ ഉള്ളൂ. സാധാരണയൊക്കെ വെർബിൻ്റെ കൂടെ ഒരു എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് സിംഗിൾ വെർബായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, once again, thank you for all. This is Srikumar signing off. Until meet again with another